ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും ചക്കിടാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ 2 തൈകൾ നമ്മൾ റമ്മിൽ വെക്കുകയാണ്. ടെറസിൽ തൈകളൊക്കെ നമ്മൾ ഉണ്ടാക്കി പിന്നെ ഗ്രോ ബാഗിൽ വെച്ചിട്ട് 2 മാസമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ വേരൊക്കെ പിടിച്ച് കുറച്ചൊക്കെ തൂമ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്ന് ഒരു ഡ്രമ്മിലേക്ക് മാറ്റി നടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോക്ക് പോവാം. ഇതാണ് നമ്മളെ ഡ്രമ്മ്, ഡ്രാഗൺ ഫ്രൂട്ട് നടാനുള്ള ഡ്രമ്മ്. ഇതിൽ നമ്മൾ ഒരു പൈപ്പൊക്കെ സെറ്റ് ചെയ്ത്, പൈപ്പൊക്കെ നമ്മളായിട്ട് സ്റ്റോക്കുള്ള പൈപ്പായിരുന്നു. ഏകദേശം 1-1.5 മീറ്ററുള്ള പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്ത്. അത് പണ്ട് നമ്മളെ ഏരിയത്തിൽ നമ്മൾ കോഴി വളർത്തലുള്ള സമയത്ത് നമ്മൾ കോഴിക്ക് വെള്ളം കൊടുക്കാനൊക്കെ ഉണ്ടാക്കിയ ഈ PVC ആയിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ജോയിൻ്റ് ആക്കി ഞാൻ സെറ്റ് ചെയ്താണ്. അപ്പോൾ ഏതായാലും അതിനെ കൊണ്ടായിട്ട് പോട്ടെ. ഇപ്പോൾ ഡ്രമ്മ് നമ്മൾ ചെറിയ പൈസക്ക് വാങ്ങിയതാണ്. അപ്പോൾ അതിലാണ് ഇന്നിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടിയിൽ തന്നെ നമ്മൾ പിന്നെ അതിനുള്ള തുളയൊക്കെ കൊടുത്തിട്ടുണ്ട്. വെള്ളം കഴിഞ്ഞ് പോകാനുള്ള വെള്ളം ശരിക്കും വാർന്നതാണ്. കുറേ തുള കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിയിൽ ലേശം മെറ്റൽ തുള അടിഞ്ഞുകൊണ്ടിരിക്കാൻ കുറച്ച് മെറ്റൽ അടിയിൽ ഇങ്ങനെ ചെരിഞ്ഞു കൊടുക്കണം. അപ്പോൾ മെറ്റൽ തുള അടിഞ്ഞു പോകാണ്ടിരിക്കാൻ ഇത്രയും മെറ്റൽ മതി. ഈ അതിൻ്റെ മുകളിൽ ഒരു കൊട്ട മണ്ണ്, അതിൻ്റെ മുകളിൽ തന്നെ ചാണകപ്പൊടി, എല്ലുപൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു കൊട്ട മണ്ണിൻ്റെ മുകളിലിടുക. ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മണ്ണാണ്. അതായത് ഒരു കൊട്ട മണ്ണ് മിക്സ് ചെയ്ത് വെച്ചത്, ഒരു കൊട്ട മണ്ണ് ഇതിലേക്കടി കൊട്ട മണ്ണ്. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ. കുറച്ച് വലുപ്പം ഇതൊക്കെ ആയി, 2-3 ദിവസമായതാണ്. ഇത്രയും വലുപ്പമായി. ഇപ്പം ഇത്രയും വലുപ്പമുള്ളത് നമ്മൾ വെച്ചാൽ നമുക്ക് വേഗം ഫ്രൂട്ട് ഉണ്ടാവും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫ്രൂട്ടായി കിട്ടും. ചെറുതാവുമ്പോൾ പിന്നെ അത് വളർന്നിങ്ങനെ വരണം. ഇത് ലേശം ചെറുതാണ്. ഇത് രണ്ടും ഒപ്പരം വെച്ചാൽ മറ്റേ ഇതാണ് ഒന്നിനാണ് വളർച്ച കൂടുതൽ. അപ്പോൾ 2 തൈ നമ്മൾ വെക്കാമെന്നാണ് വിചാരിച്ചത്. 2 ഭാഗത്ത് 2 തൈക്കുള്ള ഗ്യാപ്പുള്ളില്ല. 2 തൈയായിട്ട് വെച്ചോളൂ. തൈൻ്റെ കവറായിട്ട് ഒഴിവാക്കണം. ഇത് നമുക്ക് നിലവിലൊരു പിന്നെ ഡ്രമ്മിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കായ് ഉണ്ടായപ്പോൾ അതിൻ്റെ ആ മൂത്ത തണ്ട് നമ്മൾ എടുത്ത് ഞാൻ ഗ്രോ ബാഗിൽ വെച്ചതായിരുന്നു. 3-4 തൈ ഉണ്ട്. ഇനി 2 തൈ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വേറെ ഡ്രമ്മിലേക്ക് മാറ്റണം. ഇപ്പോൾ രണ്ടാമത്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. 2 മതി. ഇനിയിലേക്ക് ഒരു കൊട്ട മണ്ണൂടി ഇട്ട് കൊടുക്കും. ഒരു കൊട്ട മണ്ണൂടി ഇട്ടാൽ ചെന്നൈ കയറി.
ഒരു വട്ട വന്നൂടി ഒരു വട്ട വന്നൂടിയിട്ട് ഇത്രയും മതി. മണ്ണ് ഫുള്ളായിട്ട് മണ്ണൊന്നും വേണ്ട. 2 കൊട്ട മണ്ണാണ് ഇപ്പോൾ മതിയിലിട്ട്. ഇതൊക്കെ വളം മിക്സ് ചെയ്ത ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ വേപ്പും പിണ്ണാക്കെല്ലാം കൂടി മിക്സ് ചെയ്താണ്. അപ്പോൾ നമ്മൾ 2 തൈയും നട്ട് ഡമ്മിൽ വെച്ച് കഴിഞ്ഞ് അപ്പോൾ കെട്ടി പൈപ്പിലൊക്കെ വെച്ച് നമ്മൾ കെട്ടുകയൊക്കെ ചെയ്ത് ഇനി ചെറുതായിട്ടൊന്ന് നനച്ചും കൊടുക്കുക. ഇനി 2 മാസം 3 മാസം കഴിഞ്ഞിട്ടൊക്കെ ചെറുങ്ങനെ വളം കൊടുത്താൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാഷ്ട വളം എന്തെങ്കിലും കൊടുത്ത്, കോഴിക്കാഷ്ടത്തിൻ്റെ വളമാണ് ഇതിന് ഡ്രാഗൺ ഫ്രൂട്ടിന് ഏറ്റവും നല്ലത്. അതൊരു 1 മാസം 1.5 മാസം 2 മാസം കൂടുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ കൊടുത്താൽ മതി. അധികം കൊടുക്കുകയും വേണ്ട. അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നമുക്ക് ആദ്യം നമ്മൾ ഒരു ഡമ്മിലുണ്ട്, അതിന്മേൽ തോനെ കായ ഉണ്ടായില്ല, കുറേ കായൊക്കെ പൂവൊക്കെ ഇട്ട് ഞാൻ കൊഴിഞ്ഞത് 2 കായ അങ്ങ് കിട്ടീന്. നല്ല ടേസ്റ്റാണ്, നല്ല മധുര. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒന്നുമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന കായ് നമ്മൾ ശരിക്കും മൂത്തിട്ട് പറിച്ചാൽ മതി. അപ്പോൾ നല്ല മധുരം ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ പണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങി തിന്നപ്പോൾ അതിനൊരു അധികം മധുരമൊന്നും ഇല്ലാത്ത ഒരു രസമാണ്. അപ്പോൾ നമ്മൾ അത്ര ഒരു ഇത് തോന്നിയില്ലേ. പക്ഷേ ഉണ്ടായി നമ്മൾ തന്നെ പറിച്ച് കഴിച്ച് നോക്കുമ്പോൾ നല്ല മധുരം, നല്ല ടേസ്റ്റാണ്. എനിക്ക് ചുവന്നതിനെ കാണാൻ വെള്ളമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കൂടുതൽ മധുരം വെള്ളമൊക്കെ. ചുവന്നത് പിന്നെ കളർഫുള്ളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് വെള്ളമൊക്കെ നല്ല മധുരം, പ്രത്യേക ടേസ്റ്റാണ്. ഏതായാലും എല്ലാം നല്ലത് തന്നെയാണ്. എല്ലാവരും ഓരോ ചെറിയ എന്തെങ്കിലും ബക്കറ്റിലോ എന്തെങ്കിലുമൊക്കെ ഓരോ വെക്കുക. ഇത് ഈ ഫ്രൂട്ടായി പൂവിട്ട് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് നമുക്ക് ഫ്രൂട്ട് പറിക്കാനായി. അത്ര ഇതാണ്. പിന്നെ ഇതിന് വലിയ ഇതൊന്നും കൊടുക്കണ്ട, പരിചരണമൊന്നും കൊടുക്കണ്ട. എപ്പോഴെങ്കിലും കുറച്ച് കോഴിക്കാഷ്ടവളം അല്ലെങ്കിൽ ചാണകപ്പൊടി എന്തെങ്കിലും കുറച്ച് വിതറി കൊടുക്കുക, അത്ര തന്നെ പൊളി. ഇനി നിലത്ത് വെക്കുകയാണെങ്കിലും വെള്ളത്തിൻ്റെ ശല്യം ഇല്ലാത്ത സ്ഥലത്തൊക്കെ നിലത്ത് നമുക്ക് വെക്കാം, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ. അപ്പോൾ ഇത്രയാണല്ലോ ഇന്നത്തെ വീഡിയോ. ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.